തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ കോർപ്പറേഷൻ വിവാദങ്ങളിൽ നിറയുന്നു. ഭരണപക്ഷത്ത് തന്നെയുള്ള ചേരിതിരിവ് ഏറെ ചർച്ചയാവുന്നു. കഴിഞ്ഞ ദിവസം അരിസ്റ്റോ റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തയിൽ നമ്മളത് കണ്ടു. മേയർ ഉദ്ഘാടനം ചെയ്യാനെത്താതെ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിന് മറ്റൊരു ഉദ്ഘാടന ദിവസം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതേസമയം തന്നെ ഡെപ്യൂട്ടി മേയർ ആരോപണവുമായി രംഗത്തെത്തി കഴിഞ്ഞു. മേയറുടെ ഏകാധിപത്യമാണ് തൃശൂർ കോർപ്പറേഷനിൽ എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ റൂമിലാണ് നിൽക്കുന്നത്. ഡെപ്യൂട്ടി മേയർ റൂമിൽ TV വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ശുചിമുറി ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന ആരോപണം പ്രത്യക്ഷമായി ഉന്നയിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ തന്നെ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നു. ML റോസി, ഞാൻ ഈ അരിസ്റ്റോ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ 2 കൗൺസിലേഴ്സിൻ്റെ അധീനതയിലുള്ളതാണ് സിന്ധു ആൻഡ് ചാക്കോളയുടെയും ലീല ടീച്ചറിൻ്റെയും അദ്ദേഹത്തിനുള്ള റോഡ്. അവർ ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലേഴ്സ് ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ഘാടനത്തിന് പോയതാണ്. പോവരുത് എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. ഒരിക്കലും ഇല്ല. പോവരുതെന്നോ അതിൻ്റെ അകത്തോടെ എന്നോട് അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പിന്നീട് എപ്പോഴാണ് ഡേറ്റ് മാറ്റിയത് അറിഞ്ഞത്? ഡേറ്റ് മാറ്റിയത് അറിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവർ താക്കീത് തന്നെങ്കിൽ ഞാൻ പോവായിരുന്നില്ല. ഈ മേയറുടെ ഏകാധിപത്യം എന്ന് കൃത്യമായി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി മേയർ, ഞാൻ തുറന്ന് പറയുന്നവരില്ല എന്ത് കാര്യ സംഭവം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണസമിതിയാണ് നടത്തുന്നത്. ഇതിന് മുടക്കുന്ന പൈസയും സംഖ്യ എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോർപ്പറേഷനാണ്. അതിൽ ഭരിക്കാനായി മാത്രം മേയറും ഡെപ്യൂട്ടി മേയറും മറ്റുള്ള എല്ലാ കൗൺസിലേഴ്സും. ഈ തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെ എത്തും എന്നാണ് ഡെപ്യൂട്ടി മേയർ കരുതുന്നത്? എനിക്ക് അങ്ങനെ ഒരില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യം ഞാൻ മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തള്ളിക്കൊള്ള എന്തോ ആയിക്കോട്ടെ, ജനം അത് തിരഞ്ഞെടുത്തോട്ടെ. ഇതിലെ രാഷ്ട്രീയപരമല്ല, പക്ഷേ ഏകാധിപത്യം വളരെ മോശമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം, അദ്ദേഹം മറുപടി പറയട്ടെ. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിൻ്റെ പ്രതികരണം നമുക്കറിയാം. ഡെപ്യൂട്ടി മേയർ തുറന്നു പറയുകയാണ് അദ്ദേഹം ഏകാധിപതിയാണ് എന്നുള്ളത്. ഏകാധിപതി ആണോ എന്നുള്ളത് മേയറോട് തന്നെ ചോദിക്കാം. അങ്ങനെയുണ്ടോ? എനിക്ക് അറിയില്ല ഈ ഏകാധിപതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും അറിയില്ല. കാരണം ഇത് ഒരു കോർപ്പറേഷനാണ്. ഇവിടെ ഏകാധിപതിയായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ 55 കൗൺസിലർമാരെ ഉള്ളവരുടെ അഭിപ്രായ സമന്വയം വരുത്തി കൗൺസിലിൽ അംഗീകാരം നടപ്പിലാക്കുന്ന ഒരു വേദിയാണ് കൗൺസിൽ. അതിൻ്റെ അമരക്കാരൻ എന്ന നിലയ്ക്കാണ്, മേയർ എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ആരോപണവുമായി രംഗത്ത് വരുന്നത്? അത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കേണ്ടി വരും. ഞാനായിട്ട് അങ്ങനെ ഒരു ആരോപണം വരാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്താണോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. എന്താണ് ആൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്വതവേ അങ്ങനെ ഒരു കാരണം അദ്ദേഹം അത് പറയാൻ എനിക്ക് അങ്ങനെ പറയുമെന്ന് തോന്നില്ല. കാരണം ഇവരുടെ തുടക്കത്തിൽ തന്നെ ഇവർ ഡെപ്യൂട്ടി മേയർ ആവുന്ന സമയത്ത് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് CPIയും CPMും തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ML റോസിക്ക് ചിലപ്പോൾ നറുക്ക് വിടാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് പറഞ്ഞ നാവ് പൊന്നാവട്ടെ എന്നാ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരിസ്റ്റോ റോഡിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഡേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയത്? അതായത് നമ്മളൊരു പ്രവൃത്തി നടത്തുമ്പോൾ ഇതൊരു ഡിവിഷൻ്റെ വർക്കല്ല, ഇത് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ റോഡ് മാത്രമല്ല, നമുക്കിപ്പോൾ നോക്കാം, നമ്മുടെ കുറുക്കഞ്ചേരി റോഡ് 10 കോടി രൂപ മുടക്കിയിട്ടാണ്. ഇത് 1,30,00,000. ഇതുപോലെ കോടിക്കണക്കിന് നടത്തുന്ന പരിപാടികൾ ഇവിടെ ഇതിനു മുമ്പും നടന്നു വരുന്നത്. ഒന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരെ വിളിക്കും. വലിയൊരു പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ CMനെ അവർ വിളിക്കും. അതനുസരിച്ച് ഒരു മന്ത്രിമാരെ വിളിച്ചത് നടത്താറുള്ളൂ. ഈ മുന്നണിക്കിടയിൽ പ്രത്യക്ഷമായി തന്നെ ഇങ്ങനെ ഒരു തർക്കം രംഗത്ത് വരുമ്പോൾ മുന്നണി ഇടപെടുകയോ മറ്റും ഉണ്ടായിരുന്നു? എൻ്റെ അടുത്ത് ആരും തന്നെ ഈ വിഷയത്തിൽ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഇന്ന് പത്രം നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നറിയുന്നത്. ഞാൻ അറിയുന്നത് ഇത് കാലത്താണ്. പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും എനിക്കില്ല. കാരണം എന്താ, അവരെ നിയമിച്ചത് പാർട്ടിയാണ്. പാർട്ടിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പാർട്ടി ചോദിക്കും. എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവരോടൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ അവർക്ക് ഇനി അത് എന്താണെന്ന് എനിക്കറിയാം, അവരോട് തന്നെ ചോദിക്കണം. ഭരണപക്ഷത്തെ വിള്ളലും പ്രത്യക്ഷ ആരോപണവുമായി മേയറും ഡെപ്യൂട്ടി മേയറും ഏറ്റുമുട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറയുന്നത് മറ്റൊന്നാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞാൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ BJPയുടെ സ്ഥാനാർത്ഥിയാവുമെന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സുരേഷ് ഗോപിയുമായിട്ടുള്ള അടുപ്പവും BJPയുമായിട്ടുള്ള അടുപ്പവും അത് വിളിച്ചറിയിക്കുന്നതാണ്. ഇത് പറയുന്നത് CPMൻ്റെ കൗൺസിലർമാർ തന്നെയാണ്.
മേയർ BJP സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, അതുപോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ LDFിൽ മേയർ ഉണ്ടാവില്ല എന്നൊക്കെ LDFിലെ കൗൺസിലർമാർ തന്നെയാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന അരിസ്റ്റോ റോഡ് ഉദ്ഘാടനത്തിന് മേയറായിരുന്നു കൗൺസിൽ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ മേയർ പാടില്ല, CPMൻ്റെ മന്ത്രി വേണമെന്ന് LDF നേതൃത്വം കോർപ്പറേഷൻ തീരുമാനിക്കുകയാണ്. അതിന് കാരണമായത് മേയർ BJPയിലേക്ക് പോകുന്നു എന്ന ആ ഒരു തീരുമാനമാണ് ഇതിലേക്ക് വരുത്തി വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശൂർ കോർപ്പറേഷൻ ഭരണപക്ഷത്തെ ശീതസമരം ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താകും നീക്കമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഗൗരവമുള്ള ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ ചർച്ചയാവാതിരിക്കില്ല. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.